നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇന്നലെ പൊടുന്നനെ നടത്തിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളാകെ തകർക്കുമെന്ന മുന്നറിയിപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു നാടകീയമായി ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യത്തിന്റെ തലവൻ നടത്തുന്ന പ്രഖ്യാപനമല്ലേ, അത് നടപ്പാവും എന്നൊക്കെ കരുതിയെങ്കിൽ തെറ്റി. ട്രംപിന്റെ വാക്ക് പതിവ് പോലെ പാഴ്വാക്കായി. ഇസ്രയേൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനു നേരെ ആക്രമണം നടത്തി. ഇറാൻ ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കും മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നൊക്കെയാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇറാൻ അത് നിഷേധിക്കുന്നു. ആരുമായിട്ടാണോ ചർച്ച നടത്തിയെന്ന് അമേരിക്ക വെളിപ്പെടുത്തുന്നുമില്ല. ഇതിനിടെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്താൻ സമവായ ചർച്ചയ്ക്ക് നടത്താൻ പോകുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ നിന്നൊരു സംഘം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലെത്തുമെന്നും ചർച്ച നടത്തുമെന്നുമാണ് വിവരങ്ങൾ വരുന്നത്. പൊടുന്നനെ ഈ വെടിനിർത്തലിന് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്താവും? US ആഭ്യന്തരമായി ഉയർന്ന എതിർപ്പാണോ, അതോ ആയുധങ്ങൾ ശേഖരിച്ച് ആക്രമണം ശക്തമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു ഇടവേള എടുത്തതാണോ, അതോ ഇറാനെ അടിക്കാൻ പോയി ശരിക്കും കൈപൊള്ളിയ അവസ്ഥയിലാണോ അമേരിക്ക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ഹുസൈൻ ബംഗലശ്ശേരിയാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ഹുസൈൻ, ഇന്നലെ പൊടുന്നനെയാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇറാനുമായി ചർച്ച നടത്തുന്നു, പോസിറ്റീവായ ചർച്ചകളൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നുവെന്ന്. ഇന്നിപ്പോൾ ടെഹ്റാനു നേരെ ആക്രമണം നടന്നു, ടെല്ലവീവിന് നേരെ തിരിച്ചും ആക്രമണമൊക്കെ നടക്കുന്നു. ശരിക്കും എന്താണ് ഇത്? ഈ ട്രംപിന്റെ ഒരു തന്ത്രമാണോ ഇത്? നമസ്കാരം സാറേ. നമസ്കാരം. ട്രംപ് ഇതിന്റെ അപ്പുറം പറയും. ട്രംപ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ലോക ബ്രോക്കറാണല്ലോ യുദ്ധം ഉണ്ടാക്കണേ. അപ്പോ അത് പറഞ്ഞ് 5 ദിവസം വെടിനിർത്തലെന്നും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വെടിനിർത്തി അതിനും വേണ്ടി നിൽക്കിയിരുന്നു. കേസൊക്കെ ഇപ്പോൾ കിട്ടും, മറ്റേ കിട്ടും, മറിച്ച് കിട്ടും, എല്ലായിടത്തും വിലങ്കായി. ഇത് എന്ന് നിൽക്കും എന്നുള്ളവരൊക്കെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതല്ല, എല്ലാത്തിനും മദ്യം പറയാൻ നടക്കുന്ന അദ്ദേഹം ഒരു ബുദ്ധിമുട്ടടിച്ച മനുഷ്യനാണ് എന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഇത്രേ പറയാനുള്ളൂ. ശരി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പൊടുന്നനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷെ അതവിടെ നടപ്പായൊന്നുമില്ല. ഇസ്രയേലും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, ഇറാൻ തിരിച്ചുമൊക്കെ അടിക്കുന്നുണ്ട്. എന്താവും ഇതിന് പിന്നിലെ ഒരു കാരണം? ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ് സാറേ. പിന്നെ കുറുക്കന്റെ സ്വഭാവം അയാൾ അച്ചങ്ങായിട്ട്. പക്ഷെങ്കില് പിന്നെ വെടിനിർത്തണോ? അത് ഷുവർലി ഓഫ് സെർട്ടൻലി എന്തായാലും വെടിനിർത്തണോ? ഒരു മനുഷ്യജീവനല്ലേ അപ്പോൾ അത് ശാന്തി സമാധാനം ലോകത്തിനുണ്ട്. പക്ഷേ ഇതിന്റെ വർത്താനം പണ്ട് നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പഴയച്ചാക്കുക, ആടാട മാറുന്ന അതേ പിന്നെ ക്യാരക്ടറാ. അതൊന്നും വെളുപ്പിച്ചാലും കാക്ക കുളിച്ചാലൊന്നും കൊച്ചാവൂല സാറേ. പിന്നെ അത് വിദ്യകളാണ്. പക്ഷേങ്കിലും ശരിക്കും ഇയാളെ പേടിക്കുക. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറഞ്ഞത് ലോകരാഷ്ട്രമില്ല, പിന്നെ വേൾഡ് പിന്നെ സുപ്രീം കോടതിയില്ലേ, അവരെല്ലാം ശരിക്കും അവരെല്ലാം നോക്കി ഇങ്ങനെ നോക്കിയിരുന്ന് നിൽക്കുന്നത്. അവര് അയാളെ പേടിപ്പിച്ച് വെക്കണ്ടേ? ആ അത്ര ഇടപെടലുകളൊക്കെ ശക്തമായി നടക്കുന്നില്ല എന്നുള്ളത് ഗൗരവമായ വിഷയമാണ് ദിവാകരൻ ചൂണ്ടിക്കാട്ടിയത്. കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും. ശ്രീ മാത്യു, ട്രംപ് ഇങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങളാകെ അടിച്ച് തകർക്കുമെന്നൊക്കെ പറഞ്ഞ് അന്ത്യശാസനമൊക്കെ കൊടുത്താണ്. പൊടുന്നനെയാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ചർച്ച നടക്കുകയാണ് 5 ദിവസത്തെ വെടിനിർത്തലെന്ന്. ശരിക്കും ട്രംപിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്താണ്? അതോ ഇതൊരു തന്ത്രപരമായ നീക്കമാണോ? ഇത് ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇതൊരു തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു ഇതുവരെ നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ. അപ്പൊ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് തന്ത്രപരമായ നീക്കം? ഒന്ന്, ഇത് കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ പറയുക, ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു. ഈ ചർച്ച വഴി തുറങ്ങുന്ന കാര്യം എന്താണ്? സമാധാന ചർച്ച ഉണ്ടാവാം, ഒരു സീസ് ഫയർ ഉണ്ടാവും, ഒരു സംഘർഷം കുറയ്ക്കാം. ഇറാൻ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ കൂടി ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പുറത്ത് എന്താ, ഗ്ലോബൽ മാർക്കറ്റ് മൊത്തം പൊങ്ങിയില്ലേ, എണ്ണവില കുറഞ്ഞില്ലേ, അതോടൊപ്പം തന്നെ
അല്ലല്ല തിരിച്ചു കയറി. പക്ഷെ ഓഹരി വിപണി ഇന്നലെ 90-ലേക്ക് വന്ന ഡോളർ ഇന്നിപ്പോൾ വീണ്ടും 100-ലേക്ക് തന്നെ തിരിച്ചെത്തി കഴിയുന്നു. വന്നു. അത് വരാൻ കാര്യം ആക്ച്വലി വരാൻ കാര്യം ഇന്നലത്തെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നാം എല്ലാം വിചാരിച്ചെന്താണ് ഈ 5 ദിവസത്തെ വെടിനിർത്തൽ കൂടി സമാധാന ചർച്ച ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രംപിന്റെ കയ്യിൽ നിന്നും പോയി, ഇറാന്റെ കയ്യിൽ നിന്നും പോയി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവിടുത്തെ ലോക്കൽസും അടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പോയിട്ടൊന്നുമില്ല. ഇറാൻ ഇപ്പോഴും അവരുടെ ആദ്യം കരുതിയത് ഖമനയെ വധിച്ചു കഴിഞ്ഞാൽ ഇറാൻ കംപ്ലീറ്റ് ഒരു കേസിലേക്ക് പോവും, അവർക്ക് ഈ അനായാസം 2 ദിവസം കൊണ്ട് തീർക്കാവുന്നൊക്കെ ആയിരിക്കും കരുതിയിരുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോഴും അവരുടെ ആക്രമണം അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തി അവരുടെ ശക്തി കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടെൽ അവീവിലേക്കാണ് അടിച്ചിട്ടത്. ഒരിക്കലും 4 വർഷം ഇറാനും ഇറാഖും കൂടെ യുദ്ധം ചെയ്തവരാ. ഇറാൻ ഒരിക്കലും അങ്ങനെ ഭയമുള്ള കൂട്ടത്തില്ല യുദ്ധകാര്യത്തിൽ. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാല് എല്ലാരും വിചാരിച്ചെന്താണ് ഈ ട്രംപിന്റെ അന്ത്യശാസനം കൊണ്ട് ഒരു സീസ് ഫയർ ഉണ്ടായാൽ ഒരു ചർച്ച ഉണ്ടാവുമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ട്രംപ് വിചാരിച്ച ചർച്ചയാണ്. ട്രംപ് ഇന്നെന്താ പറഞ്ഞത്? പെന്റഗണിന്റെ മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ ട്രംപ് പറഞ്ഞു. ട്രംപ് ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞു, എന്റെ മിസ്റ്റേക്ക് അല്ല, പെന്റഗൺ എന്നെ അഡ്വൈസ് ചെയ്തു, ഞാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു 10 നിമിഷം മുന്നേ നെതന്യാഹുവും ട്രംപും കൂടെ സംസാരിച്ച് ഫോണിൽ കൂടെ അവരെന്താ പറഞ്ഞത്? എന്താണ് ഇതാണ് പറ്റിയ സമയം അയത്തുള്ള ഖൊമൈനിയെ കൊല്ലാമെന്ന്. 80 വയസ്സുള്ള അയത്തുള്ള ഖൊമൈനിയെ കൊന്നിട്ട് എന്ത് നേടി ഇവര്? ഒന്നും നേടിയില്ല. പക്ഷേ ട്രംപിന് അത് വീഴ്ച പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ 5 ദിവസം കൊണ്ട് മറ്റ് പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഒപ്പീനിയൻ. ശരി, എന്തായാലും 5 ദിവസങ്ങൾ കൊണ്ട് ലോകത്തെ ഈ യുദ്ധത്തിന്റെ അന്തരീക്ഷമൊക്കെ മാറട്ടെ. അങ്ങനെ തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ നിൽക്കുന്നത്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്ന്. ശ്രീ പ്രദീപ്, ട്രംപിനെ പോലെ ഒരാൾ പൊടുന്നനെ വന്ന് ഈ 48 മണിക്കൂർ അന്ത്യശാസനമൊക്കെ നിർത്തി 5 ദിവസത്തെ വെടിനിർത്തൽ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തലൊക്കെ ആളുകൾ അദ്ദേഹത്തിന്റെ വാക്ക് വെറും കീറച്ചാക്ക് പോലെ എടുത്തു കളഞ്ഞ് വീണ്ടും അവിടെ അടിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ട്രംപിനെ പ്രധാനമായും ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ അമേരിക്കയിലുള്ള ആഭ്യന്തരമായ എതിർപ്പാണോ, അതോ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള ഒരു ഭീതിയാണോ, എന്താണ്? അതോ തന്ത്രപരമായി ഇനി അവരെ അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, പായാൻ വേണ്ടിയാണ്. അത് പുലിയല്ലേ? ഇത് ട്രംപല്ലേ? ട്രംപും പുലി തന്നെയാണല്ലോ. ട്രംപ് പുലി തന്നെയാണ്. അതായത് ഈ യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്തിനാണ് യുദ്ധം? ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ലോകരാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിന് കാരണങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അവർക്ക് യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അവർ ലോകരാജ്യത്ത് പോയി യുദ്ധം ചെയ്യും. അവർക്ക് അവിടെ സാമ്പത്തിക ലാഭവും മറ്റു ലാഭങ്ങളും ഒക്കെ കാണും. അല്ലാതെ ന്യായമായ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യമൊന്നും അല്ലല്ലോ അമേരിക്കയും ഇസ്രയേലും ഒന്നും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വലിയ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാര്യം. ഈ യുദ്ധം നടത്തേണ്ടത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. അല്ല, അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പൊ ഈ വെടിനിർത്തൽ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറ. അത് മറ്റേതൊന്നും ചർച്ച ചെയ്താൽ തീരില്ല. എന്റെ പൊന്നെ കിരണേ, അതിനെ ഞാൻ പറഞ്ഞു വരണേ. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ആവശ്യക്കാർ തന്നെ മിഡിൽ ഈസ്റ്റിലാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്നൊരു ശത്രുവിനെ അവിടുത്തെ അറബ് രാജ്യങ്ങൾ തന്നെ ഭയക്കുന്നുണ്ട്. അവരുടെ ഐഡിയോളജിയുമായിട്ടുള്ളതല്ല ഇറാൻ. പിന്നെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ പൂർണ്ണമായി തീർത്തു കെട്ടാതെ 87,000 ടാർഗറ്റാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇറാനകത്ത് അടിച്ച് പപ്പടമാക്കിയത്. ഇറാൻ തിരിച്ച് ഇസ്രയേലിൽ അടിച്ച് എത്രയാണെന്നറിയാമോ? 126 ഇത് നിങ്ങളാരും പുറത്തൊന്നും പറയാറില്ല. കാര്യം എന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് നിങ്ങൾ ഇന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഇത് കാണിക്കും. മറ്റേ ഇറാനിലൊരു ബോംബ് വന്ന് സ്കൂളിൽ വീഴുന്നതും അവിടുത്തെ കുട്ടികൾ ഓടുന്നതെല്ലാം. 400ഓളം അഫ്ഗാനിസ്ഥാനിലെ രോഗികൾ മരിച്ചതിന്റെ വീഡിയോ നിങ്ങൾ ഇടില്ല. നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയിൽ. പ്രദീപ്, എന്റെ ചോദ്യം ഒന്നുമല്ല. ഈ അമേരിക്കയും ഇസ്രയേലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. ആ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ അങ്ങനെ അവരോട് നേരിടാൻ കഴിയുന്ന ശക്തിയൊന്നുമല്ല. പക്ഷേ ഇറാൻ ഇപ്പോഴും ഈ 2 ദിവസം കൊണ്ട് അടിച്ചിട്ട് തീർക്കാമെന്നൊക്കെ പറഞ്ഞു വന്ന അമേരിക്കയും ഇസ്രയേലും ഇന്നിപ്പോൾ ടെൽ അവീവിലാണ് അടിച്ചിട്ടത്. അമേരിക്ക പിന്നെ അതിനേക്കാൾ ഒരുപാട് ദൂരെ കിടക്കുന്നത് കൊണ്ട് അമേരിക്ക തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രയേലിനെ പോലെ എല്ലാ സംവിധാനമുള്ള ടെൽ അവീവിൽ അവർക്ക് ഒന്നെങ്കിലും വിട്ടല്ലോ, ഒന്നെങ്കിലും വിടാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇറാൻ ഇപ്പോഴും കരുത്തുണ്ട്, അവർക്ക് ഇപ്പോഴും ശേഷിയുണ്ട്. ഇസ്രയേലിന്റെ തലസ്ഥാനത്താണ് അവർ അടിച്ചിട്ടത്. ടോപ്പ് മുതൽ ഇങ്ങ് കീഴെയുള്ള 36ഓളം അവരുടെ നേതാക്കന്മാരെ അടിച്ച് പഞ്ഞി കിട്ടത് അങ്ങ് ഹൂറികളുടെ അടുത്ത് വിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പഞ്ഞി കിട്ടുന്നൊക്കെ തോന്നും. ആ പഞ്ഞി കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു രാഷ്ട്ര നേതാവിനെ കൊന്നു കഴിഞ്ഞാൽ, അതാണ് ഈ ബുദ്ധി ആയുധ ശക്തിയൊക്കെ കൊണ്ട് വല്ലാതെ അങ്ങ് മതിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും മറ്റുള്ളവരെ കൊന്നൊടുക്കി അവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിക്കാതെ. അങ്ങനെയല്ല ശ്രീ പ്രദീപ് ലോകം കീഴടക്കേണ്ടത്. കിരൺ, ലോകത്ത് ഒരു ശാപം മറ്റു ജനങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നോക്കൂ, ഞാൻ വെറുതെ പെട്ടെന്ന് ഒരുപാട് പറയുന്നില്ല, ഒരൊറ്റ വാക്യം പറഞ്ഞു നിർത്താം. ഈ ഖമനേയി അവിടെ ഭരണത്തിൽ വന്നതിന് ആദ്യത്തെ അവരുടെ ഇത് അവരുടെ ക്യാബിനറ്റിൽ പറഞ്ഞ എന്താണെന്ന് പറയുമ്പോൾ ഡെത്ത് ടു ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക എന്നാണ്. അവർ ഈ ലാസ്റ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. കുഴപ്പം?
ഡെത്തും അമേരിക്ക വേണമെങ്കിൽ കുഴപ്പമില്ലെന്നാണോ? ഒരു എന്ത് കുഴപ്പം? അവരുടെ രാജ്യത്തിന് നേരെ അവരുടെ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരങ്ങനെ പറയില്ലേ? ലോകത്തെന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ വിവിധ രാജ്യങ്ങൾ പോയി നടത്തിയ അത്രയേറെ ഭീകരപ്രവർത്തനമൊന്നും അവിടെ നിന്ന് ഖമനയെ പോയി നടത്തിയിട്ടില്ലല്ലോ. അല്ലാതെ ഖമനെ നല്ല ആളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഖമനയുടെയും തട്ട് നോക്കിയാൽ ഖമനയുടെ തട്ടാണ് താഴ്ന്നിരിക്കുക. കമനയില് അത് ശരി തന്നെയാണ്. കാര്യം അറിയോ, 15 ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തട്ട് താന്നിരിക്കും. അത് ഓക്കെ. കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയോ? പിന്നെ അല്ലാതെ 1000 നിങ്ങൾ ഹലോ 1000 പ്രദീപ് എവിടുന്നൊക്കെയാണ് ഈ സാധാരണ വിക്കിപീഡിയയിലെ കണക്കിലെ ചില കുഴപ്പങ്ങൾ വരാനുണ്ട്, പക്ഷെ അതിനും അപ്പുറത്തെ കണക്കൊക്കെ പ്രദീപിനെ കിട്ടുന്നത്. ഒരു മിനിറ്റ് IRGC ഭരണം, അതായത് ഈ കമനെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കാര്യം പറയൂ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നോ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ അവിടെ? അവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്നല്ലോ ശ്രീ പ്രദീപ് ചർച്ച. നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യം നടക്കുമെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ചർച്ച നടത്തുന്നതിനാ? അവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരെ BJP-ക്കാരെ ഒന്നും വിട്ടേരെ. താങ്കൾ ഈ ലോക കാര്യങ്ങളെ കുറിച്ച് പറയൂ. എന്റെ പൊന്നെ കിരണേ, ഡെത്ത് അമേരിക്ക, ഡെത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം IRGC നടപ്പിലാക്കുന്നു. അത് തന്നെയാണ് അവരുടെ ഐഡിയോളജി. അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചാൽ അതൊന്നുമല്ല പ്രദീപ്. ഇപ്പൊ ഈ 5 ദിവസം എന്താണ് 2 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു വന്ന അമേരിക്ക 25-ാം ദിവസവും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു 5 ദിവസം അവധി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. പുള്ളി ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുകയല്ലേ? ഇസ്രായേൽ എടുത്തിട്ടില്ലല്ലോ. ഇസ്രായേൽ എടുത്തിട്ടുണ്ടോ? അമേരിക്ക ഒരു ബ്രേക്ക് എടുക്കുന്നു. കളിയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പോലെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു 15 ദിവസത്തിനകത്ത് കളിക്ക് ഒരു ബ്രേക്ക് വിട്ടേക്കില്ല. ശരി, ഓക്കെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ട്രംപ് ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു, പക്ഷേ കരാറൊന്നും നടപ്പാകുന്നില്ല, അത് പാഴ്വാക്കായി തന്നെ പോകുന്നു? എന്തുകൊണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായത്? കിരൺ സാർ, അതിന്റെ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എങ്കിൽ തന്നെയും വെടിനിർത്തൽ സത്യമാകും എന്ന് പ്രതീക്ഷിച്ചു. ട്രംപ് വെടി പറഞ്ഞതാണ് എന്ന പിന്നെയാണ് മനസ്സിലായത്. ഏതായാലും നമ്മളെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ തിങ്ങി പാർക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു വളരെ ആശ്വാസമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, എന്റെ കുടുംബം അവിടെ ഉള്ളതായിട്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. പക്ഷെ നിർഭാഗ്യവശാൽ വീണ്ടും നമുക്ക് വേദന തന്നെയാണ് സാർ സമ്മാനിച്ചേക്കണത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജയ്കുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, യഥാർത്ഥത്തിൽ എന്തിനാവും ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തൽ തയ്യാറായത്? അതൊരു തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണോ, അതോ അവിടെ പോയി കൈപൊള്ളി എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടോ? എന്താണ് കാര്യം? ഇല്ല സാറേ, ട്രംപിന്റെ ഒരു കൗശലമാണ്. അത് 5 ദിവസം കൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ മറ്റേ ഓസൂറിയൊക്കെ കടലിൽ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ കുറെ കപ്പലങ്ങോട്ട് വിടുമെന്നുള്ളത്. പക്ഷേ ഇറാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, ശത്രു രാജ്യങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ്? ട്രംപാണ്, അല്ലേ? അല്ല മറ്റാരാണ്? ഈ കടലിൽ തുറക്കാൻ പറ്റില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത് യുദ്ധം നിർത്താനുള്ള പരിപാടി ചെയ്യുന്നില്ല. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ 19 വയസ്സ് കഴിഞ്ഞില്ലേ, ഒരു ഭവിഷ്യം ഇങ്ങനെ ഇറക്കിയതാണ്. പക്ഷെ ഇറാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ട്. ഞാനൊരു കാര്യം ചോദിച്ചെടുക്കാറ്, ഇറാനും ഇറാഖും കൂടെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു 4 വർഷം അല്ലെ 7 വർഷമാണ് ഇറാനും ഇറാഖും കൂടെ ഒന്നിച്ചടിച്ചിട്ടുള്ളത്. 7 വർഷം പുള്ളിക്ക് ഇറാൻ ആരും സപ്പോർട്ടില്ലായിരുന്നു. ഇറാഖിന് സർവ്വ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് പിടിക്കുന്നില്ലേ? ഇപ്പൊ ഇറാന്റെ ആണവായുധം കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കരുത്. ട്രംപിന്റെ കൗശലം നടക്കട്ടെ. ഈ ട്രംപാണ് ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധം ഉള്ളതായി ലോകത്ത് റിപ്പോർട്ടുകളില്ല. ഇല്ലില്ല, ഇറാന്റെയിൽ ആണവായുധം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, പക്ഷെ ഇറാന്റെയും നല്ലവരുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അവര് ആണവായുധങ്ങൾ എന്തായാലും തന്നെ അവിടെ ആണവ നിലയങ്ങളുണ്ട്, അതിനുള്ള ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ആണവായുധങ്ങൾ രൂപപ്പെട്ടതായി ലോകത്തിന് ഇതുവരെ റിപ്പോർട്ടില്ല. അല്ല, ഇപ്പോൾ ഇങ്ങനെ യുദ്ധത്തിന്റെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ഇസ്രായേലാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധിയോ VP സിംഗോ ആയിരുന്നെങ്കിൽ ഈ ട്രംപിന്റെ കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കത്തില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനൂ. ശരി, ഓക്കെ. അതുകൊണ്ടല്ലേ പുള്ളി. ശ്രീ ബേബിയാണ് വൈക്കത്ത് നിന്നാണ്. ശ്രീ ബേബി, ഹലോ, താങ്കൾക്ക് എന്താണ് ഇത് പറയാനുള്ളത്? സാറേ, ഈ അമേരിക്കൻ ട്രംപ് ലോക പോലീസ് ചമഞ്ഞ് ഇറാനെ ഇപ്പൊ തകർത്തുകളയെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതാ. ഇപ്പം അവസാനം വാലും മടക്കി ട്രംപ് മാറിയിരിക്കുന്നതാണ് വിചാരിക്കേണ്ടത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഇത് ഈ ഇറാന്റെ എണ്ണപ്പാടം ലക്ഷ്യമാക്കി ട്രംപ് നടത്തിയ ഒരു കുതന്ത്രമായിരുന്നു. അവസാനം ട്രംപിന് തന്നെ അടി കിട്ടിയിരിക്കുക. ട്രംപിന് തന്നെ അടി കിട്ടി ഇപ്പം വാലും മടക്കി പോയെന്ന് വേണം പറയാനായിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ കരുതാനാവില്ല. ശ്രീ ബേബി, അമേരിക്ക പോലെ രാജ്യത്തിന് പിന്നിൽ അവർക്ക് വലിയ ശക്തിയൊക്കെ തകർന്നു വീണുവെന്ന് നമുക്ക് തൽക്കാലം വിലയിരുത്താനാവില്ല. ജോലി. ശ്രീ ദിനേശനാണ് ചെറുവത്തൂർ.
നമസ്കാരം സാറേ. പറയൂ. ഞാൻ കാസർഗോഡിലെ ചെറുപ്പത്തിൽ സാറേ. ശരി, ഓക്കെ, പറയൂ. സാറേ, ഈ മറ്റു രാജ്യത്ത് പോയിട്ട് അതിനെ അധിപനെ കൊന്നതിനെ കൊണ്ട് എന്ത് നേട്ടമാണ് സാറേ ഉള്ളത്? പറഞ്ഞോളൂ. ഈ മറ്റു രാജ്യത്ത് പോയിട്ട് അതിന്റെ അധിപനെ കൊന്ന് ചെന്ത് കാര്യം? പണ്ട് സദ്ദാം ഹുസൈനെ തൊരങ്കിൽ നിന്ന് പിടിച്ചിട്ട് തൂക്കിക്കൊന്നു. അവസാനം ആ രാജ്യം ഇന്നും ഇറാഖ് തന്നെ പേര്, അതിന് ഇറാൻ എന്നല്ല. പിന്നെ അതുപോലെ തന്നെ ഇറാനും ഇറാഖും സഹോദര രാജ്യങ്ങൾ തമ്മിൽ 15 വർഷം യുദ്ധം ചെയ്ത് പരിശീലനം, അതിന്റെ പ്രായോഗിക ബുദ്ധിയും ആർക്കുണ്ട്? ഇറാനുണ്ട് സാറേ. ഞാനൊക്കെ സൗദിയിൽ 92 സൗദിയിൽ ഇരിക്കുമ്പോ സാറേ, അന്ന് കപ്ചി പിടിച്ചിരുന്നു. സൗദിയുടെ ഒരു ഭാഗമാണ് കപ്ചി. അന്ന് കുവൈത്തിൽ കയറി അടിച്ചു. പക്ഷെ എന്തുണ്ടായി? ഒരു കാര്യമില്ല സാറേ. അവസാനം ഇറാഖിന്റെ അധികം കൊന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് പറയാം, ആദ്യം ഞാൻ പറയാനില്ല സാറേ. ഇതൊന്നും ശരിയായ മാർഗമല്ല സാറേ. മാർഗം ഇതല്ല വേണ്ടത് സാറേ. അത്രേ പറയാനുള്ളൂ സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഷാനിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാനി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ 5 ദിവസത്തെ വെടിനിർത്തൽ, അതിപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ വെടിനിർത്തൽ നടപ്പായില്ല, പക്ഷെ അങ്ങനെ ഒരു അമേരിക്കയുടെ ഒരു പിന്മാറ്റം 5 ദിവസത്തേക്ക് എന്തിനാവും അവർ ശരിക്കും പിന്മാറിയത്? ശരിക്കും അടുത്ത ഒരു തന്ത്രത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു അട്ടിമറി എന്ന് വേണം ഇതിന് വേണ്ടി പറയാൻ. ഇസ്രായേലിനോട് കൂടി ചേർന്ന് ഇവരിത് ചെയ്യുമ്പോൾ സമയത്ത് ഇസ്രായേൽ ആദ്യം കൂടെ നിന്നെങ്കിലും പിന്നെ അവിടുത്തെ പ്രസിഡന്റിനെ കാണാതായി. അപ്പോൾ ഇദ്ദേഹവും അതിന് ഒരു ഇടവേള വന്നപ്പോൾ ഇദ്ദേഹം ആകെ കൊണ്ട് പതറിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നന്നായിട്ട് കാണാനും കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു 5 ദിവസം കൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അടുത്ത കുതന്ത്രം എങ്ങനെ മെനഞ്ഞെടുക്കാമെന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും പരാജയപ്പെട്ടു പുള്ളി. ശരി, താങ്കളുടെ അഭിപ്രായം. മജീദാണ് ആലുവയിൽ നിന്ന്. ശ്രീ മജീദ്, ഈ 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചത് ഈ 48 മണിക്കൂറിന്റെ ഒരു അന്ത്യശാസനം കൊടുത്തിട്ട് അത് നടപ്പാക്കേണ്ട അവസാന നിമിഷമാണ്. എന്താവും ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്തർധാരയായിട്ട് എന്റെ മനസ്സിൽ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്തിനെ രക്ഷപ്പെടുത്താനും ഒരു ഭാഗത്തിന് അടിപെടുത്താനും ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ കാര്യം. അറബ് രാജ്യങ്ങളിലേക്ക് ഇപ്പൊ അടി കിട്ടുന്നില്ല. കാരണം അത് ട്രംപിന്റെ ഈ പ്രസ്താവനയോട് കൂടിയായിരിക്കും കുറച്ചൊരു അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് ഇസ്രായേലിന് നേരെ അമേരിക്കനെ ഇറാഖിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അന്തർധാര മാത്രമാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൽ നിന്നും ഇവർ ഒരു എന്തോ ഒരു വലിയ കളി നടത്തുന്നുണ്ട്. കാരണം അത് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ്, അല്ലാതെ ഇവൻ പിന്മാറാനോ ഒരു ധാരണയൊന്നും അല്ല ഇത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ട്രംപിനെ കുറിച്ച്. ശരി, ശ്രീ സുഗന്ധിയാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുഗന്ധി, അതെ, ഓക്കെ, താങ്കൾക്ക് പറയാം. ട്രംപിന്റെ ബുദ്ധി ഒരു കുറുക്കന്റെ ബുദ്ധിയാണ്. അത് കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് ഇപ്പോൾ. പക്ഷേ ഒരിക്കലും അദ്ദേഹം ഒതുങ്ങുമെന്ന് വിചാരിക്കണ്ട. ആള് വളരെ തന്ത്രശാലിയാണ്. അദ്ദേഹം ഈ ഇറാൻ അനങ്ങാതിരിക്കുന്ന നേരത്ത് വീണ്ടും അടിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീ മുഹമ്മദ് ഷെരീഫാണ് പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഷെരീഫ്, പൊടുന്നനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്, വെടിനിർത്തൽ. എന്താവും അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് പിന്നിൽ? ഹലോ, കേൾക്കാവോ? പറഞ്ഞു, ധൈര്യമായി പറയും. ഈ നിങ്ങളുടെ ചാനൽ ഇത് ഞാൻ കാണുന്നേ, നിങ്ങളുടെ പേര് ആങ്കറിന്റെ എനിക്ക് അത്ര വ്യക്തമായില്ല. നിങ്ങൾ ഈ ന്യൂറോക്ക് ഇതൊരു പ്രദീപിനെ എപ്പോഴും വിളിക്കുമല്ലോ. ആ പ്രദീപ് എന്തുവാ പറഞ്ഞിട്ട് പോകുന്നത്? പ്രദീപിന്റെ ധാരണ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ? ഇതൊക്കെ കേൾക്കുന്നവരാ. ഈ ട്രംപിനെ മാത്രം അനുകൂലിച്ചല്ലാതെ ഈ പ്രദീപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രദീപ് എന്ന് പറയുന്ന എടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ. ഇത്ര മാത്രം ഒരു മതത്തിനോടുള്ള ഒരു വൈരാഗ്യം വെച്ച് അയാൾ സംസാരിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ. എനിക്ക് മതം ഏതായാലും ഞാൻ മോദി നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നയനാർ നല്ലതുപോലെ ചെയ്താൽ നല്ലത്, പിണറായി പന്നൽ ചെയ്താൽ പന്നലെന്ന് പറയും. ഇയാൾ എന്തുവായിരുന്നു പറയുന്നത്? ട്രംപ് ഏതാണ്ട് ആനയാ പൂനയാ? എടാ, ഒരു വെനീസ്വല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിന്റെയും പെണ്ണുമ്പിള്ളയും കിടക്കമുറിയിൽ പിടിച്ചോണ്ട് വന്ന നാണം കെട്ടവന്റെ പേരാ റൊണാൾഡ് ട്രംപ്. എടാ പ്രദീപ്, കേൾക്കുന്നത് അങ്ങനെ എടാന്ന് വിളിച്ച് പറയാം, ശരിയല്ല. നിങ്ങൾ പ്രദീപ് എന്ന് വിളിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ അങ്ങനെ ഒരാളെ എടാ എന്ന് വിളിക്കുന്നത് ശരിയല്ല. ചോദിക്കുന്നത് ഈ ട്രംപിനെ ഇത്ര പുകഴ്ത്തത് നിങ്ങളെ കണ്ടല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ന് ഒരു പ്രസിഡന്റിന്റെയും പെണ്ണും പിള്ളയും പിടിച്ചോണ്ടിച്ച് വരിക. ഇതാണോ ജനാധിപത്യം? ഞാൻ വിഷമം കൊണ്ട് ഇവരെ 5000 കിലോ 6000 കിലോമീറ്റർ അപ്പുറത്തിരുന്നോട്ടല്ലേ ട്രംപ് കളിക്കുന്നേ. ഇന്ത്യയുടെ അടുത്ത് വരുന്നത് കളിക്കാൻ പറ. നമ്മുടെ മിസൈൽ അവന്റെ വാഷിംഗ്ടൺ DC ചെന്ന് വീഴും. ഇവന് വേണ്ടത് ഇറാന്റെ കയ്യിലും
ഭൂഖണ്ഡാന്തര മിസൈൽ വേണം. അവന്റെ തലക്കടി വീഴിക്കുമ്പോഴേ ഇവൻ പഠിക്കത്തുള്ളൂ. ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ നിങ്ങളുടെ ചർച്ചകൾ കേൾക്കുന്നത്, ആങ്കറുടെ പേരെനിക്ക് മനസ്സിലായില്ല. ഈ പ്രദീപ് കിരൺ ബാബു എന്നാണ്. എന്തോ കിരൺ ബാബു എന്നാണ്. കിരൺ ബാബു. ഞാനങ്ങനെ ഞാൻ വെക്കുന്നേ, ഞാൻ വീട്ടിൽ ഈ സമയം ഉള്ളപ്പോ ഞാൻ വെക്കുന്നേ. എന്നും കാണും ന്യൂറോക്കിന്നൊരു പ്രദീപ്, എന്തോ പുലി പതുങ്ങുന്നെന്ന് പറഞ്ഞാൽ പുലി പതുങ്ങും. ഞങ്ങളൊക്കെ മലയാളം പഠിക്കുന്നവരാ. അത് എന്റെ അഭിപ്രായം കിരൺ ആങ്കറെ, ഈ ട്രംപ് കാണിക്കുന്ന ലോകത്തിന് ഭീഷണിയാ. അമേരിക്കയുടെ നട്ടല്ലൊടിഞ്ഞേക്കുക. ആണത്തമില്ലാത്തവരുടെ ഒരു 4000 കിലോമീറ്റർ ഇപ്പുറത്ത് അവന്റെ കപ്പലവിടെ, അവന്റെ എബ്രഹാം ലിങ്കൻ കപ്പലവിടെ. പണ്ട് ഇന്ത്യയുടെ അടുത്തൊന്ന് അടിക്കാൻ വന്ന 7ാം കപ്പൽപ്പട ഇന്ദിരാഗാന്ധി പറഞ്ഞ എന്റെ അതിർത്തിയിൽ കയറിയ തിരിച്ചു പോകത്തുള്ളത്. ഈ പ്രദീപിനെ അറിയാവുന്നത് ചോദിക്കണം. ആ ഒരു കാലം 1971 ഇന്ത്യൻ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വിട്ട് നമ്മുടെ രാജ്യത്തെ വരട്ടാൻ നോക്കിയല്ലോ. അന്ന് എവിടെ പോയി? നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽശാലിയിൽ 1 ഇഞ്ച് നമ്മുടെ അതിർത്തി വന്നാൽ നിങ്ങൾ വന്നു വയ്ക്കോ, പക്ഷേ എന്റെ അതിർത്തി കയറരുത്. പറയാൻ ഞാൻ നട്ടലുള്ള പ്രധാനമന്ത്രിയുള്ള രാജ്യം എന്റെ രാജ്യം. അതാ എന്റെ ഭാരതം. ഇന്നുള്ളവർക്ക് പറയാനുള്ള നട്ടലില്ല. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് അമേരിക്ക ഒന്നുമല്ല, അത് കടലാസ് പുലിയായി. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് കപ്പൽപ്പട അയക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഇവിടെ വന്നിട്ട് അവർ തിരികെ പോകണോ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഞാനതൊക്കെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം. ഇത് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരവും കൂടി ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, നിങ്ങളുടെ ഈ പൊതുവേദി കേൾക്കും. ഓക്കെ, ഞാൻ വിളിക്കുമ്പോ ഇനി വിളിച്ചോളാം നിങ്ങളെ. ശരി, നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ സംസാരിക്കാവുള്ളൂ, അല്ലാതെ അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിച്ചറിഞ്ഞത് അംഗീകരിച്ചതിൽ പ്രത്യേകമായി ക്ഷമ ചോദിക്കുന്നു. ശ്രീ ചന്ദ്രബോസ് ആണ്, ഏറ്റുമാനൂരിൽ നിന്നാണ്. ശ്രീ ചന്ദ്രബോസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താവും ഇങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപ് നടത്താനുള്ള കാരണം? സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് സർ, ട്രംപ് വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ചത് വളരെ ഷോർട്ട് പീരീഡിനുള്ളിൽ ഇറാനെ അവരുടെ കബ്ജയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ച, ഇസ്രായേലുമായിട്ട് ചേർന്ന്. പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്തിരുന്ന പ്ലാനിൽ നിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു സെക്കൻഡ് പ്ലാനിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി അയാൾക്ക് സമയം വേണം. ആ സമയമാണ് അയാൾ ഈ 5 ദിവസം കൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഇറാന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടിലാണെന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടൽ സർ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, പൊടുന്നനെയാണ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് നടപ്പായതൊന്നുമില്ല, ഇപ്പോഴും അവിടെ അടി നടക്കുകയാണ്. എന്താവും അതിന്റെ പിന്നിൽ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക അങ്ങനെ തോറ്റ് പിന്മാറുന്നല്ല. അമേരിക്ക ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കുക. മറ്റുള്ള വൻ രാഷ്ട്രങ്ങളൊക്കെ പിന്തുണയോട് കൂടിയിട്ട് ഞാൻ ഭയപ്പെടുന്നത് ഇറാന് കഠിനമായ രീതിയിൽ ആക്രമണം ഉണ്ടാവുന്നു 5 ദിവസം കഴിയുമ്പോൾ. കാര്യം അനവധി സാധാരണക്കാരെ ആൾക്കാർ മരണപ്പെടുന്ന രീതിയിൽ വ്യോമാക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയും തന്നെ നമ്മളെ UN ഐക്യരാഷ്ട്രസഭക്ക് എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ 2 ആൾക്കാരെയും വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ വേണം. കാരണം ഇറാന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പവറൊന്നുമില്ല. അങ്ങനെ ആകെ ഇപ്പോ നേരത്തെ പ്രേക്ഷകർ പറഞ്ഞ 4 കൊല്ലം യുദ്ധം നടത്തി 7 കൊല്ലം ശരിക്കും യഥാർത്ഥത്തിൽ 80 മുതൽ 89 വരെ ആയിരുന്നു ഇറാഖ് യുദ്ധം. ഈ ഇറാഖിനോട് പോലും പിടിച്ചേക്കാൻ ഇറാൻ അന്ന് വളരെ കഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ അന്ന് ചെറുപ്പത്തിൽ ശരിക്കും ഓർക്കുകയാണ്. അപ്പൊ ഇറാൻ അങ്ങനെ വലിയ പവറൊന്നുമില്ല. പിന്നെ അണുവായൊന്നും ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറയുക, പൊറോട്ടേന്റെ മാവുണ്ട്, ഉപ്പുണ്ട്, മറ്റേ തണ്ണിന്റെ സാധനമൊക്കെ ആയിട്ട് പറ്റും. ഒരു പൊറോട്ട ആയിട്ട് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇറാന്റെ കയ്യിൽ അണുവായുധമൊന്നും രൂപപ്പെട്ടിട്ടില്ല. ചില സാധനങ്ങളൊക്കെ താങ്കൾ പറഞ്ഞ പോലെയാണ്. പൊറോട്ടയും ഉപ്പുമല്ല, മാവുണ്ട്. പക്ഷെ അണുവായുധം രൂപപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തും അണുവായുധം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ല. പക്ഷെ അണുവായുധം, മറ്റൊരു വെർഷൻ പറയുന്നത് അണുവായുധം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അടിക്കാൻ അവർ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ തയ്യാറാവില്ലായിരുന്നു. പ്രയോജനം. പക്ഷേ ഇനിയും തന്നെ മറ്റുള്ള ആൾക്കാർ ഇടപെട്ടിട്ട് ഒരു വൻ മരണം. കാരണം ഒരു നാട്ടിലെ സാധാരണ മനുഷ്യന്മാരാ ഭരിക്കുക, ഏത് ജാതിയോ മതമോ ആയിക്കോട്ടെ. അതുകൊണ്ട് ഉടനെ UN ഇടപെടുക, ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ പറയാറ്. ഇന്ത്യ അതിന് മുൻകൈ എടുക്കുകയും വേണം. ഇന്ത്യ അതിന് മുൻകൈ എടുത്ത ഇന്ത്യ പറഞ്ഞാൽ ഇന്നിപ്പോ ലോകം മൊത്തം ഇന്ത്യയുടെ ഭാഗം ശ്രമിക്കുന്നുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മുൻകൈയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും അവസാനം വന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ നിന്നൊരു സംഘം പാകിസ്ഥാനിലേക്ക് പോകുന്നു.
ശരി, ശ്രീ വിഷ്ണു ആണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ വിഷ്ണു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്നല്ലെങ്കിൽ ട്രംപ് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിശബ്ദമാകുമ്പോൾ ഒരു അറ്റാക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അവര് സാമ്പത്തികമായിട്ട് ലോകത്തെ സാമ്പത്തിക മേഖലയെ ഇത് ബാധിക്കും എന്ന് കണ്ട് പുള്ളി ഒന്ന് അയഞ്ഞ് മറ്റു രാജ്യങ്ങളും ഗൾഫ് കൺട്രീസ് ആയാലും ഇപ്പോ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇന്ത്യക്കായാലും ഇപ്പൊ പെട്രോളിയത്തിന്റെ വിലയും കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പുള്ളി ഒന്ന് ഒതുങ്ങി എന്ന് വേണം പറയാൻ. 2 ദിവസം കൊണ്ട് തീർക്കാന്നും പറഞ്ഞ് വന്നിട്ട് ഇതിപ്പോ 25 ദിവസമായിട്ടൊന്നും ഇവർ തിരിച്ചടിക്കുന്നുണ്ടല്ലോ. ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ടും ഇവർ തിരിച്ചടിക്കുന്നുണ്ടല്ലോ. ഇതിനുള്ള ആർമി അല്ലെങ്കിൽ ഇതിനുള്ള എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടുന്നൊന്നും ഒരു പിടുത്തം ഇവർക്ക് കിട്ടുന്നില്ലല്ലോ. അതാണ് ഇറാനെ സഹായിക്കാൻ ലോകത്ത് അങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അങ്ങനെ പരസ്യ സഹായത്തിനില്ല. അവർ നേരത്തെ തന്നെ അവരുടെ ആയുധങ്ങളൊക്കെ സംഭരിക്കുകയും ഇറാൻ പരമ്പരാഗതമായി തന്നെ ഈ യുദ്ധം ചെയ്ത് ഇറാഖുമായിട്ടൊക്കെ ദീർഘകാലം യുദ്ധം ചെയ്തുള്ള അവർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം, എങ്ങനെ ചെയ്യണം, എങ്ങനെ യുദ്ധത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നന്നായി അറിയുന്ന ഒരു രാജ്യമാണ്. അല്ല, ഇവരിപ്പോ ഇവരുടെ ഈ പറഞ്ഞ സ്ഥലങ്ങള് ഇപ്പൊ ആയുധശേഖരങ്ങളുള്ള സ്ഥലങ്ങളിൽ അടക്കം ആക്രമണം നടത്തിയിട്ടും ഇവർക്ക് ഇതിന് മാത്രം ശേഖരമുണ്ടോ? ഇത്രയും ഇപ്പൊ 25 ദിവസം ഫൈറ്റ് ചെയ്തിട്ടും ഈ ഇറാൻ പോലുള്ള ഒരു ചെറിയ രാജ്യത്തെ തകർക്കാൻ അവർക്ക് പറ്റുന്നില്ലേ? ഈ അമേരിക്കയെ പോലുള്ള വലിയ ശക്തിക്ക് പറ്റുന്നില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. ശ്രീ വിഷ്ണു, ഇവര് അങ്ങനെ പോയി ഇറാനെ പോലെ രാജ്യം അങ്ങനെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. ഒന്ന് അവിടെ ഒരു കരയുദ്ധത്തിന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും കഴിയില്ല. കാരണം ഇറാൻ ഒരു വിശാലമായ രാജ്യമാണ്, അതിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. ആകാശയുദ്ധം എന്നതിനപ്പുറത്തേക്ക് നേരിട്ടൊരു കാലാൾപ്പട ഇറങ്ങിയ ഒരു യുദ്ധത്തിന് അങ്ങനെയല്ലേ ഒരു രാജ്യത്തെ പൂർണ്ണമായി തകർക്കാൻ കഴിയും. അതിനൊന്നുമുള്ള പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഇതിലാണ് ഇപ്പൊ ഒരു ഭയന്ന് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളെ കൂടി ബാധിച്ചാൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന് കണ്ടിട്ട് പുള്ളി ഒരു തൽക്കാല ഒരു ശ്രീ പ്രേംജി നായരാണ്, ഗുജറാത്തിൽ നിന്നാണ്. ശ്രീ പ്രേംജി നായർ, എന്തായാലും ആദ്യ അടിക്ക് തന്നെ ഖമനയെ കൊലപ്പെടുത്തുന്നു. സ്വാഭാവികമായും ലോകത്തെ ഈ യുദ്ധ വിദഗ്ധരൊക്കെ പറയുന്നത് ഖമനൈ വീഴുന്നതോടുകൂടി ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു വീഴും, നാഥനില്ലാതെ വീഴും. എങ്ങനെയാണോ ഇറാഖൊക്കെ ഏറ്റവും അവസാനം ഒരു സുപ്രഭാതത്തിൽ തൊട്ടടുത്ത് വീണുപോയത്, അതുപോലെ ഇറാൻ വീണു പോകുമെന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ ഇറാൻ ഇപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 5 ദിവസത്തെ ബ്രേക്കിന് ട്രംപ് പറയുന്നത്. എന്താവും കാരണം? സാറേ, ഇപ്പോഴും ട്രംപ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിഷേധം കൊണ്ടുകൂടിയാണ് ഇപ്പോൾ അയാൾ ഇപ്പം യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നത്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ എല്ലാവരെയും ആക്രമിക്കുമ്പോൾ അതിന് ഒരു തടയിടാൻ വേണ്ടി മാത്രമാണ് തൽക്കാലത്തേക്ക് ഇപ്പം ട്രംപ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ അയാൾ യുദ്ധം ഒഴിവാക്കി പോയതല്ല. ശരി, താങ്കളെ വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ്, റാന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാവും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്? അത് പേടി കൊണ്ട് മാത്രമാണ് സാറേ. വിചാരിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ല. ഒന്ന്. രണ്ടാമത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അവര് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അത് ട്രംപിന്റെ ഏറ്റവും വലിയ ഭയം കൊണ്ടാണ്. അദ്ദേഹം വിചാരിച്ചിട്ട് കാര്യങ്ങൾ നിന്നില്ലല്ലോ. രണ്ടാമത് അവര് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ യാതൊരു മാറ്റമില്ലാതെ ആക്രമിക്കുകയല്ലേ. പിന്നെ യുറേനിയം സംശുദ്ധീകരിക്കുക, ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണല്ലോ ഇത്രയും നാൾ അടിച്ചത്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആദ്യമേ ഇവരെ കീഴ്പ്പെടുത്താമല്ലോ. അതിലുപരി എല്ലാ ഗൾഫിനൊപ്പവും അവരുടെ കയ്യിലുള്ളതായി, ഇറാന്റെ പക്കലുള്ളതായി അങ്ങനെ ഒരു വിവരം ഇല്ല. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു തീർക്കാം എന്നൊക്കെ വലിയ ഹുങ്കിൽ വന്നതാണ് അമേരിക്കയും ട്രംപും. പക്ഷേ 25-ാം ദിവസവും ടെല്ലവീവിലേക്ക് മിസൈൽ വർഷിച്ച് അവിടെ തകർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തി ഇറാൻ ഇപ്പോഴും ഉണ്ട്. അതിനിടയിലാണ് 5 ദിവസത്തെ ബ്രേക്ക് എടുത്തിരിക്കുന്നത് ട്രംപ്. എന്താവും കാരണം? സാർ നമസ്കാരം. നമസ്കാരം. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം, ലോക മാനവരാശിക്ക് സുഖമുണ്ടാവണം തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ സാർ. ഈ യുദ്ധം ഏകപക്ഷീയ, അമേരിക്ക വലിയ ആളാണ്, അമേരിക്കയെ ന്യായീകരിച്ചിട്ടൊന്നുമല്ല. അമേരിക്ക അങ്ങനെയാണെങ്കിൽ വേറൊരു രാഷ്ട്രത്തെ എന്താ ഇങ്ങനെ അടിക്കാത്തത്? ഇറാനിൽ എന്താണ് ഒരു വിശേഷം? ലോകരാജ്യങ്ങൾ നിഷ്പക്ഷമായിട്ട് അടിക്കുന്നെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യം ഇവർക്ക് അനുകൂലമായിട്ടും ആരെങ്കിലും പ്രതികരിച്ചോ? ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പ്രതികരിച്ചു. അപ്പൊ അതെന്തുകൊണ്ടാ? അപ്പൊ അത് ന്യായമില്ല. പിന്നെ ഒരു പക്ഷം ന്യായീകരിക്കുന്നത് അത് നടക്കൂല സാർ.
പിന്നെ പൊതുവേദി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം എനിക്ക് പറയാം. മറ്റുള്ള പ്രേക്ഷകൻ വിളിക്കുന്നവനെ തോന്നിയാസം പറയാൻ ഇതൊന്നും സാറിന്റെ ചാനൽ അനുവദിച്ചുകൂടാ, ഒരിക്കലും അനുവദിക്കരുത്. കാരണം എന്റെ അഭിപ്രായം ഞാൻ പറയും, അയാൾക്ക് പറയാനുണ്ടെങ്കിൽ അപ്പൊ താങ്കളുടെ അഭിപ്രായത്തെ എതിർക്കാൻ അവകാശം ഉണ്ടെങ്കിൽ അവർക്ക് എതിർത്ത് പറഞ്ഞൂടെ? അല്ല, എതിർക്കുന്നതിനും തോന്നിയാസങ്ങൾ പറയരുത്. പുള്ളി വളരെ മാന്യമായി ഒരു വാക്ക് ഉപയോഗിച്ചതിന് പുള്ളി അത് അങ്ങനെ തെറിവാക്കൊന്നുമല്ല ഉപയോഗിച്ചത്, എന്നാലും ഒരാളെ ഒരു പൊതു സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരു വാക്കാണ് ഉപയോഗിച്ചത്. ആ പുള്ളി അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി അത് അവസാനിച്ചില്ല. അവർക്ക് ഖേദം പ്രകടിപ്പിക്കാം, ഉളുപ്പുള്ളവർക്ക് ഖേദം പഠിക്കാം. ഒരു വാക്ക് പലതും പറഞ്ഞിട്ട് ഖേദം പ്രകടിപ്പിക്കാം. മനുഷ്യരൊക്കെ വാക്കുകളൊന്ന് തെറ്റിപ്പോയാൽ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യരുടെ രീതിയാണ്. ആർജവത്തോടെ ഒരു മതത്തിന്റെ എന്ന് പറഞ്ഞ് അദ്ദേഹം കട്ടിക്കാരിക്കല്ലോ. അങ്ങനെ ഇവിടെ ആരാ സംസാരിച്ചിന്? അത് ഒരാൾക്ക് അങ്ങനെ തോന്നി കാണും. അങ്ങനെ സ്വാഭാവികമായി പല കാലത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് പുള്ളിയുടെ ഏതെങ്കിലും ഒരു മതത്തിനെതിരാണ് പുള്ളിയുടെ സംഭാഷണങ്ങളും തോന്നി കാണും. ഞാൻ ചോദിക്കുന്ന സാറിനോട്, അദ്ദേഹം അമേരിക്കക്ക് അനുകൂലമായി സംസാരിച്ചു, ഇദ്ദേഹം ഇറാൻ അനുകൂലമായി സംസാരിച്ചു, അതിലെന്താ വ്യത്യാസം? അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു പോയിക്കൊള്ളണം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് പിന്മാറിക്കൊള്ളണം. അദ്ദേഹം മാറണോ വേണ്ടെന്നുള്ളത്. ശ്രീ ബാലകൃഷ്ണൻ ഇതിനകത്ത് എന്താണ് അഭിപ്രായം? ബാലകൃഷ്ണന്റെ അഭിപ്രായം ഉണ്ടോ ട്രംപ് പിന്മാറിയതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ട്രംപിനെ ന്യായീകരിക്കുന്നതല്ല ഞാൻ. ഒരു പക്ഷെ തീയില്ലാതെ പുകയുണ്ടാവില്ല. എന്തേ അമേരിക്ക ഇങ്ങനെ അടിക്കുന്നത്? ഇറാൻ ഇസ്രായേലും അമേരിക്ക കൂടി എന്തുകൊണ്ട് അടിക്കുന്നു? അത് നമ്മൾ ചിന്തിക്കണം. അതെന്താ ചിന്തിക്കാത്തത്? നമ്മൾ ഒരു പക്ഷം പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നതിന് തോന്നിയാസം പറയാ, അവർ ആ ഒരു പക്ഷത്തെ ന്യായീകരിക്കും. താങ്കൾ പറയൂ, ഞാൻ ശക്തമായി പറഞ്ഞ് പിന്മാറുക. മറ്റുള്ള പ്രേക്ഷകർ പറയുന്നത് അത് അമേരിക്കക്ക് അനുകൂലമായി ഞാൻ കേട്ടോളുക. അല്ലാതെ അതിന് യാതൊരു നിർവാഹവും ഇല്ല. അവിടെ വീട്ടിൽ പോയി ബാലകൃഷ്ണൻ, താങ്കൾ എന്തായാലും ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലായി. മാന്യതയുള്ള ശരി, ഓക്കെ ബാലകൃഷ്ണൻ, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സമദാണ്, കൊണ്ടോട്ടിയിൽ നിന്നാണ്. ശ്രീ സമദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഈ ട്രംപിന്റെ തന്ത്രം? ട്രംപ് ഇങ്ങനെ ഒരു 5 ദിവസത്തെ ബ്രേക്ക് എടുക്കാനുള്ള കാരണം എന്താണ്? ട്രംപിന്റെ എന്താ വെച്ചാൽ അതിയായ ഗൂഢ ലക്ഷ്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. കാരണം പണ്ട് ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോഴാണ് ആ ഖൊമൈനിയെ വധിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട ക്രമങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഇതിന് പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ അതേപോലെ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഹലോ സാറേ. ജിൽസൺ പറഞ്ഞോളൂ. ഓക്കെ, ഇതിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇന്റലിജൻസ് കിട്ടിയിടത്തോളം അവര് ബങ്കർ ബസ്റ്റർ വെച്ചിട്ട് അവരുടെ കുറച്ച് ന്യൂക്ലിയർ ഫെസിലിറ്റീസും പിന്നെ അതുപോലെ അവരുടെ പരമാവധി മിസൈൽ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ്, മിസൈൽ ലോഞ്ചേഴ്സ്, അതുപോലെ തകർക്കപ്പെടേണ്ട സാധനങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇനിയൊരു 5 ദിവസം ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇനിയത്തെ നടപടി എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും അതിലേക്കാണ് അടിക്കാൻ പറഞ്ഞത്, 48 മണിക്കൂർ ഡെഡ് ലൈൻ. പക്ഷെ അതൊന്നും ഗൾഫ് രാജ്യങ്ങൾ സംഭവിക്കാൻ പെട്ടെന്ന് വഴങ്ങാൻ സാധ്യതയില്ല. കാരണം ഇതിലിപ്പോ സൗദിയുടെ ഒരു ഇടപെടൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവണം. കാരണം ഇപ്പൊ പാകിസ്ഥാനും ഇതിൽ ഇടപെടുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ വൈദ്യുതി പോകുന്ന ഒരു സാഹചര്യം വരും. ഗൾഫ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റില്, ഖത്തർ, UAE അവരുടെയൊക്കെ ഈവൻ ഡീസാലിനേഷൻ പ്ലാന്റ്സിൽ വരെ അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ട്. കാരണം ഡീഗോ ഗാർസിയയിലേക്ക് വിട്ടൊരു മിസൈല് അത് ഡീഗോ ഗാർസിയയിൽ എത്തിയില്ലെങ്കിലും തൊട്ടടുത്ത് വന്ന് വീണിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ അത് സ്പോട്ടിൽ കറക്റ്റ് ആയിട്ട് അമേരിക്കയും ബ്രിട്ടീഷ് അവിടെ നിൽക്കുന്ന യുദ്ധവിമാനങ്ങളെ തകർക്കാൻ അവർക്ക് സാധിക്കും എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് മാത്രമല്ല, ഇത് ഈ യുദ്ധം നമ്മൾ ആത്യന്തികമായി കാണേണ്ടത് ഇതൊരു ആവശ്യമായ സംഗതിയായിരുന്നു. അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഒരു അണുബോംബ് ഉണ്ടാക്കി ഇറാൻ ലോകത്തിന് മുഴുവൻ ഇപ്പൊ ഒരു 5000-ലെത്തിയെന്നാ പറഞ്ഞ ഒരു 16 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈവൻ ഐ തിങ്ക് ആ മിസൈല് ന്യൂക്ലിയർ ഹെഡ് വെച്ചിട്ട് അമേരിക്കയിൽ അവരെത്തും. അപ്പം അത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മിഡിൽ ഈസ്റ്റ് പിന്നെ പറയണ്ട, മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ അതോടെ പിന്നെ അമേരിക്കനെ വരെ അവർക്ക്, പിന്നെ റഷ്യ, ഇറാൻ, ചൈന, നോർത്ത് കൊറിയ, ഇത് 4 കൂടി ഒരുമിച്ചാണ്, US ഒറ്റയ്ക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാർഹെഡ് വെച്ചിട്ട് ഇവരൊരു ന്യൂക്ലിയർ വാറിലേക്ക് എന്തായാലും അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ തകരും. അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയർ ഇല്ലാതെയാണല്ലോ ഇപ്പൊ ഇത്രയും ഇതായിട്ട് ന്യൂക്ലിയർ ഉപയോഗിച്ചില്ലല്ലോ അമേരിക്ക. അപ്പൊ അതിൽ നിന്ന് അങ്ങ് അണ്ടർസ്റ്റുഡ് ആണ് മീഡിയക്ക് അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവരൊരു ഡെമോക്രാറ്റിക് ഒരു സിവിൽ റൈറ്റ്സ് ഒക്കെ പാലിക്കുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ മറ്റൊരു രാജ്യത്തിന് മേൽ, മാനവരാശിക്ക് മേൽ അണുബോംബ് വർഷിച്ചിട്ടുള്ളൂ. ആ രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ്.
അതുകൊണ്ട് അമേരിക്കയുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബുകളൊന്നും അവർ ഉപയോഗിക്കില്ല എന്നും ഇറാൻ നാളെ ഉണ്ടാക്കിയാൽ അവർ ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്ന ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഐഡിയോളജിക്കൽ പ്രോബ്ലം ആണ്. അതാണ് ഡെമോക്രസിയും ഐഡിയോളജിയും തമ്മിലുള്ള വ്യത്യാസം. അമേരിക്കയ്ക്ക് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അല്ലല്ല 10,000-കണക്കിന് ഇല്ലല്ലോ. ഹലോ സാറേ, 10,000-കണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ അന്ന് ജാപ്പനീസ് പട്ടാളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു പട്ടാളമായിരുന്നു ലോകത്തിൽ. പക്ഷെ ഞാൻ ചോദിച്ചത് ആണവായുധത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ കയ്യിൽ ആണവായുധം ഉള്ളത് ലോകത്തിന് കുഴപ്പമില്ല, ഇറാന്റെ കയ്യിലുണ്ടായാൽ കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അമേരിക്കയുടെ കയ്യിലുള്ളതും ഇറാന്റെ കയ്യിലുള്ളതും ഒരുപോലെ കുഴപ്പമാണ്. ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇറാൻ. അതായത് അവരെ സംബന്ധിച്ച് അവർ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന് അണ്ടറിൽ ആദ്യം മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുവരും, ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന ടെഹ്റാനിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് ഇപ്പൊ ഇങ്ങനെ ഈ നിലയ്ക്ക് അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ ഇസ്രായേൽ 20 കൊല്ലം ഗസയെ ഇല്ലാതാക്കാൻ വേണ്ടി പലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാലോ. പക്ഷെ അപ്പൊ നമ്മള് സാറ് ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. അവിടെ അതിന് മുൻപ് 1300 പേരെ കൊന്ന കാര്യം സാറ് പറയുന്നില്ല. 1300 പേരെ കൊന്നതിന് എത്രയോ മുമ്പ് അതിലും എത്രയോ 10,000-ങ്ങളെ ലക്ഷങ്ങളെ അങ്ങനെ ചരിത്രം ആരും ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്തിന്റെ ലായകമുണ്ടെങ്കിൽ അത് കൊള്ളാം, മറ്റവരുടെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലിരുന്നാലും കൊള്ളില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ശരി, ഓക്കെ. അത് അനുഭവിച്ച രാജ്യത്തിന്റെ നേതാവ് പറഞ്ഞു ബേബീസ് ബുച്ചേർഡ് ഇൻ ഡേ ലൈറ്റ് എന്നാ പറഞ്ഞത്. ബുച്ചേർഡ് എന്ന് പറഞ്ഞാൽ കഴുത്ത് അറുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇറച്ചി വെട്ടുന്ന പോലെ കഴുത്ത് അറുത്തു. അപ്പൊ അത്രയും വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് അവര് സ്വാഭാവികമായിട്ട് അവര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആകെ ജിൽസൺ ചരിത്രം പരിശോധിച്ചാൽ ഈ ഇസ്രയേൽ മറ്റു രാജ്യങ്ങൾ പോയി കൊലപ്പെടുത്തിയ അത്ര ആളുകളെ മറ്റു രാജ്യങ്ങളൊന്നും പോയി അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹെസ്ബുള്ളനെ വെച്ചിട്ട് ഈ ഇറാൻ നടത്തുന്ന ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാ? ഇറാൻ എന്തിനാണ് ഹെസ്ബുള്ള? ഇറാൻ ഒരു രാജ്യം വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ ഹെസ്ബുള്ളനെ വെച്ചിട്ട് ഇപ്പൊ അതുകൊണ്ടല്ല ലെബനാനിൽ ഈ നാശം മുഴുവൻ ഉണ്ടായത്. ഹെസ്ബുള്ള എന്തിനാണ്? ഇറാൻ എന്തിന് ഹെസ്ബുള്ളനെ? ഹൂത്തീസ് എന്തിനാണ്? സൗദി അറേബ്യനെ അടിക്കാനല്ലേ അവിടെ യമനിലെ ഹൂത്തീസിന് സപ്പോർട്ട് ചെയ്യണത്? വളരെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുന്നത് ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രംപിനോ ഈ നെതന്യാഹുവിനോ ഇറാനെ അടിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നു? അല്ല, ഇത് സാറ് മുൻപ് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അന്ന് ഞാൻ അവർക്ക് അതുകൊണ്ട് അവർക്ക് ആണവായുധം ഇല്ലാത്തതുകൊണ്ട് അവർ ഈ പറയുന്ന ദുഷ്ടശക്തികളെയൊക്കെ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെയൊക്കെ പല സ്ഥലങ്ങളിലായി അവർ വളർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഓരോ രാജ്യങ്ങളും ചെയ്യും. ഈ ഏറ്റവും കൂടുതൽ ഇത്തരം ഭീകരവാദ സംഘടനകളെ വളർത്തിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്താകമാനം. ഇറാഖിൽ എന്താണ് സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ എല്ലാ സ്ഥലത്തും അവർ ആണ് ഈ ആയുധം കൊടുത്ത് പണം കൊടുത്ത് ഇവരെല്ലാം വളർത്തുന്നത്. അതില്ല, അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ വെച്ചാൽ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഡെമോക്രാറ്റിക്കലി മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടപ്പെടുത്തി. അവര് ട്രൈ ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക്. അവിടുത്തെ ജനങ്ങള് തന്നെ ഇപ്പൊ ഇറാനിൽ എത്ര ജനങ്ങള് സ്വയം ഗവൺമെന്റ് വന്നു. ഇത് ശരിക്കും പറയുന്നത് 10,000 ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ട് അവസാനം അഫ്ഗാനിസ്ഥാനിൽ എന്തായി? ഇല്ല, അത് തോറ്റ് പിന്മാറി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതൽ കലാപത്തിന്റെ മോശപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോയി എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. നമ്മളിപ്പോ പറയും ഇറാഖിനും ഇറാനും ആയുധങ്ങൾ അമേരിക്ക കൊടുത്തു. പക്ഷെ ഒരു കാര്യം പറയണം, ഇവരൊക്കെ ഡിക്റ്റേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഇറാഖിനെ അടിച്ചില്ലായിരുന്നെങ്കിൽ 91 കുവൈത്ത് എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി പോയേനെ. സൗദി അറേബ്യനെ അടിക്കാനുള്ള ഞാൻ മുൻപും പറഞ്ഞതാണ്. സൗദിയും കുവൈറ്റിനും ഇറാഖ് അന്ന് അടിച്ച് നിലംപരിച്ചാക്കാനുള്ള പ്ലാനിലാണ്. കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ സമയമില്ല. എന്തായാലും ഓരോ രാജ്യത്തിനും അവരുടെ തെറ്റും ശരിയൊക്കെ ആപേക്ഷികമാണ്. ഓരോ രാജ്യവും അവരുടേതായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു രാജ്യം വിശുദ്ധമാണെന്നോ അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യുന്നതാണ് ശരിയെന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരുടെ ഭാഗത്തും അത്തരം തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപ്? നമസ്കാരം. അമേരിക്കയുടെ തീരുമാനം ലോകരാഷ്ട്രങ്ങൾ, അതായത് നമ്മുടെ ഫേഷൻ കൺട്രി ഗൾഫ് രാജ്യങ്ങൾ മൊത്തം അമേരിക്ക പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നീട്ടിക്കൊണ്ടു പോകരുത്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇത് പാടില്ല, നമ്മൾ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. എന്തുകൊണ്ട് ഏതുകൊണ്ട് ഇറാഖിന് നഷ്ടം അവർക്കാണ്. അവർക്ക് മരിക്കാൻ പോകുന്ന ആളിന് ഇനി ഭയക്കേണ്ട കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ അവസ്ഥയാണ് അവര്.
പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് യുദ്ധം ഭൂമിയിൽ നടക്കുമ്പോഴെല്ലാം മരിക്കുന്നതെല്ലാം മനുഷ്യരാണ്. അങ്ങനെ വിജയിക്കുന്നത് അധികാരമാണ്. പക്ഷെ മനുഷ്യൻ വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ. ഇത് ഈ ലോകരാഷ്ട്രസഭ എന്ത് മൂക്കൂത്തിയാണോ? ഇവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞ് ഇത് നേരെ മാർക്ക് കൊണ്ടുവന്നുകൂടാ? നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് പാലക്കാട് നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾ ഒരുപാട് കാലമായി സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നതാണ്. എന്തു പറ്റി ഒരുപാട് കാലമായി വിളിക്കുന്നില്ല? സാറേ, ഞാൻ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത് പറഞ്ഞു വെച്ചാ എന്തിനാ വിളിച്ചു വെച്ചാ 71 അമേരിക്കൻ 7th ഫ്ലൈറ്റ് വന്നപ്പോ അതിന് വീമ്പൊഴിച്ചിട്ട് മോഡിയെ താഴ്ത്തിയിട്ട് ഇന്ദിരാഗാന്ധി വലിയ ഇതായിട്ട് പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെങ്കിൽ അന്ന് 7th ഫ്ലൈറ്റ് മടങ്ങാൻ കാരണം റഷ്യയായിട്ടുള്ള ഉടമ്പടിയാണെന്നുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണം. അതെ, റഷ്യ അന്ന് ഇന്ത്യയെ സഹായിക്കാനുണ്ടായിരുന്നു. അന്ന് റഷ്യയുടെ ഉറപ്പിലാണ് ഇന്ത്യ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മടങ്ങിപ്പോയത്. അല്ലാതെ ഇന്ദിരാഗാന്ധി മാത്രമല്ല, അതേ കഴിവ് തന്നെ മോഡിക്കും ഉണ്ട്. മനസ്സിലായോ? പിന്നെ എപ്പോഴും ഇന്ത്യക്ക് എതിരെ കാശ്മീർ പ്രശ്നം വന്ന എല്ലാ കക്ഷികളും, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ്, ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. അതേമാതിരി 65 ഈ ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് മാറ്റാൻ വേണ്ടി എല്ലാവരും ഇരുന്നാണ്. പക്ഷെ അവർ ഇന്റലിജൻസ് വിഭാഗമാണ് രാത്രിക്കുള്ളിൽ അടിച്ചതുകൊണ്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഭൂഖണ്ഡ രാജ്യം ഇന്ന് ലോകത്തുണ്ടാവില്ല. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, മോഹൻദാസ് ആലത്തൂരിൽ നിന്ന് നേരത്തെ വിളിക്കുന്ന ആൾ തന്നെയല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്. എന്നാ അതെ, സോറി, ഞാൻ ആദ്യം ക്ഷമിച്ചത്. നമുക്ക് മോഹൻദാസ് ആലത്തൂരിൽ നിന്നൊരു മോഹൻദാസ് നമ്മളെ സ്ഥിരമായി വിളിക്കുമായിരുന്നു പണ്ട്. ഞാൻ പാലക്കാട് നിന്ന് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പക്ഷേ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അല്ല എന്ന്. ഇല്ല, ഞാൻ വേറെയാണ്. ഞാൻ പാലക്കാട് ടൗണില് താമസിക്കുന്നത്. അല്ലെ, 71 യുദ്ധം നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിയെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് എതിരായപ്പോ റഷ്യ മാത്രമേ നമ്മുടെ കൂടെ നിന്നുള്ളൂ. ആ ഉടമ്പടിയിലാണ് 7th ഫ്ലൈറ്റ് മടങ്ങിപ്പോയത്. അത് ഇന്ദിരാഗാന്ധി മാത്രം കഴിവല്ല, ഇന്ത്യൻ കരത്തെ സൈന്യാധിപന്റെയും കൂടി ഇതുണ്ട്. അതേപോലെ പൂർണ്ണമായും ചരിത്രപരമായി ശരിയാണ്. അന്ന് റഷ്യ ഇന്ത്യയെ സഹായിക്കാം എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് 48 മുതൽ ഗൾഫ് കൺട്രീസ് അടക്കം നമുക്ക് എപ്പോഴും ഇന്ന് വരെ എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളിതല്ല ഒരു ജാതി മതമായിട്ടല്ല പറയുള്ള സത്യ പറയണത്. ഇപ്പൊ ഇന്റലിജൻസ് ഇതിൽ നമുക്ക് കൂടുതൽ റിപ്പോർട്ട് തരുന്നത് ഇറാൻ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടടക്കം ഐക്യരാഷ്ട്രസഭയിൽ തന്നിട്ടുണ്ട്. കുറ്റം പറയുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോ എല്ലാം നോക്കി പറയണം. ഒരു കൺട്രീസിനെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതായിരിക്കണം ഇന്ത്യക്കാരില്ല. ഇന്ത്യ എന്ന് പറയണമ്പോ അതായിരിക്കണത്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു ഇന്ത്യൻ, ഒരു രാജ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് കൂടിയാണ്. നമ്മളെ സ്ഥിരമായി പണ്ട് വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് മോഹൻദാസ് ആലത്തൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അങ്ങനെ അദ്ദേഹത്തെ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മോഹൻദാസ് എന്ന പേര് കണ്ടപ്പോൾ അദ്ദേഹമായിരിക്കും, പാലക്കാട് നിന്നും കൂടി കണ്ടു, അദ്ദേഹമായിരിക്കും എന്ന് കരുതിയത്. ശ്രീ ഷിനൻ ആണ് വയനാട് നിന്ന്. ശ്രീ ഷിനൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം ഷിനൻ, പറഞ്ഞോളൂ. നമസ്കാരം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല്, നമ്മുടെ നോർത്ത് കൊറിയയുടെ എന്താ അയാളുടെ പേര്, ഹലോ, ശ്രീ കെ ജി കുമാർ ആണ്. ശ്രീ കെ ജി കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഈ ഇറാനെ സംബന്ധിച്ച് ഇറാന് നഷ്ടപ്പെടാൻ വെറും കീറപ്പായകളെന്ന് പഞ്ചാഗ്നി സിനിമയിൽ തിലകൻ പറയുന്ന ആ ഡയലോഗിന്റെ അതേ രീതിയിലാണ് അവര് പോകുന്നത്. പക്ഷെ അവരിവിടുന്ന് ഈ മാർക്കറ്റിൽ തോറ്റ മമ്മിയോടെന്ന് പറഞ്ഞ പോലെ അമേരിക്കയുടെ ഇതുള്ള സ്ഥലം നോക്കിയാണ് അവർ ചെയ്യുന്നതെങ്കിലും അമേരിക്കയിൽ ചെന്ന് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അമേരിക്കയുടെ താവളങ്ങളിലേക്ക് അവരടിക്കുന്നത്. പക്ഷെ അത് ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ 5 ദിവസത്തേക്ക് നിർത്താം എന്ന് പറഞ്ഞതിൽ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ്. അപ്പൊ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും കാണും. കാര്യം അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളെ. കാര്യം നമ്മുടെ ആൾക്കാർ മൊത്തവും കിടക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനിൽ നാമമാത്രമായ ഇപ്പൊ കാശ്മീരിൽ നിന്നൊക്കെ മതപഠനത്തിനും മറ്റു ഇതിനും പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇറാനിലൊക്കെ കിടക്കുന്നത്. പിന്നെ ഈ ഇറാൻ എന്ന് പറയുന്നത്, ഈ ഇറാനാണ് ഹമാസിന് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് അങ്ങോട്ടുള്ള ഗാനമേള നടന്ന സ്ഥലത്തേക്ക് ആൾക്കാരെ ഇടിച്ചേറി 1300 പേരെ കൊന്നത്. ആ ഒരു വൈരാഗ്യമൊക്കെ ഇസ്രായേലിനുണ്ട്. പക്ഷെ എന്തോ ആയാലും ശരി തന്നെ ഇത് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാതെ
പിന്നെ പെട്ടെന്ന് തീർക്കുന്നതാണ് നല്ലത്. അപ്പൊ ട്രംപും വിചാരിച്ച് ഇത്രയും കുറച്ചു ദിവസം കഴിയുമ്പോഴേ ഇത് കരുതുന്നത്. അപ്പൊ ഇറാന്റെ ഒരു മനസ്സിരിപ്പ് ഇതാണ്, നമുക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, വെറും കീറപ്പായകൾ മാത്രം, നഷ്ടപ്പെടാനല്ല അമേരിക്കയ്ക്കാണ്. അപ്പൊ അതൊക്കെ അവർ രണ്ടും കൽപ്പിച്ച് അവസാനം വരെ പൂത്തിരി കത്തിക്കാനുള്ള പരിപാടിയാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും കാണും. പക്ഷേ അമേരിക്ക വിചാരിച്ച കാണത്തില്ല ഇത്രയും ഇതിനു മുമ്പേ കീഴടങ്ങും എന്നായിരുന്നു അമേരിക്ക കണക്ക് കൂട്ടിയത്. അപ്പൊ അമേരിക്ക ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാൽ, പണ്ട് പൊക്രാനിൽ നമ്മൾ അണുവിസ്ഫോടനം നടത്തിയപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഇവര് ഈ ഉപരോധം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയായിരുന്നു. ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം കുറെ ഉപരോധം ഏർപ്പെടുത്തി, എന്നിട്ട് പിന്നെ 5 ഇനങ്ങളിൽ കുറച്ച് അവസാനം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ഇത് ക്രമേണ അമേരിക്കയും ഒരു പരിധി കഴിയുമ്പോൾ പയ്യെ ഇത് വെക്കും. അപ്പോൾ ഇസ്രായേൽ വിചാരിക്കുന്നത് പെര കത്തുമ്പോഴല്ല വാഴ വെട്ടാൻ പറ്റുമോ, അപ്പം മാക്സിമം ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കുന്നതെല്ലാം അങ്ങ് ഒപ്പിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇസ്രായേൽ പോകുന്നത്. കാരണം ഇസ്രായേലിന് ആ വൈരാഗ്യമുണ്ട്. ഇങ്ങനെയാണ്. നമുക്ക് വേഗത്തിൽ ചില നവീനിലേക്ക് വരുന്നതിന് മുമ്പ് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടെന്ന് ഷിജു കിരിയത്ത് നമസ്കാരം പറയുന്നു. മറ്റൊന്ന് ട്രംപ് നിലപാട് മാറ്റിയത് തോൽവി മണത്തത് കൊണ്ട് തന്നെ എന്നാണ് ശാന്തകുമാരി പറയുന്നത്. സദാശിവൻ നായർ പറയുന്നു ട്രംപ് നിലപാട് മാറ്റിയത് അതേ അഭിപ്രായം. ശരി, സദാശിവൻ നായരും അതേ അഭിപ്രായം തന്നെയാണ്, തോൽവി മണത്തത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത്. ഈ ശാന്തകുമാരി 79-96 സദാശിവൻ നായർ 53-24 ഒരേ ആളിൻ്റെ തന്നെ ഐഡിയ ആണെന്ന് തോന്നുന്നല്ലോ സദാശിവൻ നായർ. എന്തായാലും ആട്ടെ. സലീം 64-80 ഏപ്രിൽ 9 ശേഷം യുദ്ധത്തിന് അയവ് വരും. അത് അദ്ദേഹം ഇനി അത് പിണറായി വിജയനെ കൂടി അതിനിടത്തിൽ കൊണ്ടു ചേർത്തേക്കുന്നത്. ഈ സീരിയസ് ആയ വിഷയം കൈകാര്യം ചെയ്തതിനിടയിലാണ് സലീം ഇത്തരം വളിച്ച തമാശകളുമൊക്കെ ആയി വരുന്നത്. ശരിയല്ല കേട്ടോ. പ്രദീപിനെതിരെയൊക്കെ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഇറാനെ വിളിച്ചു എന്ന് പറയുന്നു. ഇറാൻ വിളിച്ചില്ലെന്നോ ട്രംപ് വായിൽ തോന്നിയത് പറയാനുള്ളതാണോ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് വിലയുള്ള മിസൈൽ പതിച്ചാൽ 2 പേർ മരിച്ചു 3 പേർ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇതിനേക്കാളും നല്ലത് ഒരാൾക്ക് 510 ലക്ഷം വെച്ച് കൊട്ടേഷൻ, ഒരാൾക്ക് 5-10 ലക്ഷം വെച്ച് കൊട്ടേഷൻ കൊടുക്കുന്നല്ലേ എന്ന് ചോദിച്ചേക്കുന്നു. അതൊരു ഇത് വേറെ തരത്തിലെടുത്തു കഴിഞ്ഞാൽ ശരിയാണ്. ഈ ഓരോ മിസൈലും 30 കോടി 300 കോടി 400 കോടി 1000 കോടിയുടെയൊക്കെ മിസൈലുകളാണ് ഇങ്ങനെ പോയി വീണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അത് ചിലതൊക്കെ ആകാശം വെച്ച് തന്നെ തകർന്നു പോകുന്നു. തകർക്കാൻ പോകുന്നതിനും ഇതുപോലെ തന്നെ മറ്റൊരു 10, 50, 100 കോടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയാണ് ലോകത്തിങ്ങനെ ആകാശത്ത് നിന്ന് കത്തി തീർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതെല്ലാം ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. ലോകത്തെ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതമാണ് ഈ എല്ലാ രാജ്യങ്ങളും ആയുധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്നതുകൂടി ഉണ്ട്. സുനിൽകുമാർ പറയുന്നത് പ്രദീപിന് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ലെന്ന് പറയാൻ മുഹമ്മദ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. കപ്പൽപ്പട കഥ ഒരുപാട് കേട്ടതാണെന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാർ, അങ്ങനെ സ്വാഭാവികമായി സമാന അന്തരീക്ഷം വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കഥ ആളുകൾ വീണ്ടും ഓർത്ത് പറയില്ല. അതിനകത്ത് എന്താണ് തെറ്റ്? ഇറാനെയും അമേരിക്കയെ പറ്റി പറയുമ്പോൾ മോദിയുടെ പുറത്തു കയറാൻ വരുന്ന വിരോധോഷികൾ ആണ് നമ്മുടെ ശാപം എന്നാണ് സുനിൽകുമാർ പറയുന്നത്. അദ്ദേഹത്തിന് അതാണെന്ന് തോന്നുന്നു വലിയ പ്രശ്നം. ഇറാനെ അടിച്ചൊതുക്കണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി പണം മുടക്കുന്നത് പോലും മറ്റ് അറബ് രാജ്യങ്ങളാണ്. അതെന്തേ നിങ്ങൾ കാണുന്നില്ല എന്ന് പ്രദീപ് കുമാർ VI6 പ്രദീപ് ന്യൂയോർക്കാണെന്ന് എനിക്കറിയില്ല, എന്തായാലും പറയുന്നു. ഗോളാന്തര യാത്രയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരി, അപ്പോൾ എന്തായാലും അങ്ങനെ കുറേയേറെ കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നു. എന്തായാലും നമുക്ക് നവീനിലേക്ക് വരാം. നവീൻ, താങ്കളുടെ അഭിപ്രായം പറയാം. സാർ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് നവീനാണ് വിളിക്കുന്നത്. ഞാൻ എന്തായാലും വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, സാറ് നേരത്തെ ചോദിച്ചു ജപ്പാനില് അണുബോംബ് ഇട്ടുണ്ടായിരുന്നു അമേരിക്ക എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതിൽ നല്ല വിയോജിപ്പുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ഹാർബർ അറ്റാക്ക് നടന്നുകൊണ്ടല്ലേ അമേരിക്ക അണുബോംബ് ഇട്ടിട്ട് ആകെ നശിപ്പിച്ചു കളഞ്ഞത്. അതിനെ എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റുക? അതൊരിക്കലും ഒട്ടും പറ്റില്ല. അവരുടെ എക്സിസ്റ്റൻസിന്റെയാണ് ഞാൻ പറയുന്നത്. ഇനി ലോകത്ത് എത്ര വലിയ അനീതി നടന്നാലും എന്തെല്ലാം പ്രശ്നം നടന്നാലും അണുബോംബ് എന്ന് പറയുന്നത് ഇട്ട് കഴിഞ്ഞാൽ എന്താവും അതിന്റെ അവസ്ഥയെന്ന് ഇത് ഇടുന്നതിന് മുമ്പ് അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും നന്നായി അറിയാവുന്ന ഒന്നാണ്.
അത് മാനവരാശിക്ക് നേരെ നടത്തുന്ന ഏറ്റവും വലിയ പാതകമാണ് ഒരു അണുബോംബ് വർഷിക്കുക എന്ന് പറയുന്നത്. ഇന്നും ആ നാട്ടിൽ അതിന്റെ വികരണത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടിയിട്ടില്ല. എത്രയോ തലമുറകളെ നശിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ അങ്ങനെ ഒരാൾ എനിക്ക് അടി കൊണ്ടിട്ടല്ലേ രണ്ടുപേർ തമ്മിൽ ഒരു തടി ഉണ്ടായാൽ ഒരാൾക്ക് അടി കൊണ്ടിട്ടല്ലേ അയാളെ കുത്തിക്കൊന്നൊക്കെ പറയുന്നത് പോലെ അടി ഉണ്ടായാൽ ചിലപ്പോൾ കാരണം കാണും, അവർക്ക് ഇടാൻ അവരുടേതായ കാരണങ്ങളൊക്കെ കാണും. പക്ഷെ അണുബോംബ് ഇടുക എന്ന് പറയുന്നത് ലോകത്തിലൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അല്ല സാർ, അതില് ഒരു പരമാധികാര രാജ്യത്തിന് അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ എങ്കിൽ നവീൻ അതിന്റെ ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇറാന്റെ പക്കലും ഈ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പേർക്ക് അടിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ധൈര്യം കാണിക്കും. നമ്മളിപ്പോ പാകിസ്ഥാൻ എങ്ങനെ ധൈര്യം കാണിക്കും? ഏതെങ്കിലും ഒരു അനുഭവമുള്ള രാജ്യത്തിന് നേരെ അടിക്കാൻ അമേരിക്ക ഇസ്രയേലോ ധൈര്യം കാണിക്കും? നോർത്ത് കൊറിയക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ വല്ലതും അടിക്കാൻ ധൈര്യം കാണിക്കും? ഇല്ലല്ലോ. എന്താ കാര്യം? അതേപോലെ തന്നെയാണ് ഇറാൻ അമേരിക്ക, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ് അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേലൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ആ രാജ്യത്തിന് മേൽ ശത്രുവായി നിൽക്കുന്ന ആളുകളെ അങ്ങനെയൊക്കെ പറയില്ലേ? അതുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം നടത്തുകയാണ് വേണ്ടത്. ഇസ്രായേല് എന്ത് വില കൊടുത്തിട്ടും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം. കീഴ്പ്പെടുത്തണം. ഇങ്ങനത്തെ ചീത്ത ചിന്താഗതിയുള്ള മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടത് ഇസ്രായേലിനെ തന്നെയാണ് വേണ്ടത്. ഞാൻ ഫുൾ സപ്പോർട്ടാണ് ഇസ്രായേലിന്. അതാണ് എന്റെ അഭിപ്രായം. ശരി, നവീൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അതിന് അങ്ങനെ ആർക്കുമില്ല. കൊലയാളിയുടെ പക്ഷം നിൽക്കാനും ഇരയുടെ പക്ഷം നിൽക്കാനും ഒക്കെ ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, എന്തുകൊണ്ടാവും ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു 5 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായത്? അമേരിക്കയിൽ ആഭ്യന്തരമായി അതിനെതിരെ ഉയർന്ന എതിർപ്പാണോ, അതോ ഇറാനോട് കളിക്കാൻ പോയി അത് അത്ര എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിവാണോ, ആത്യന്തിക നഷ്ടം അമേരിക്കയ്ക്കാണ് എന്നുള്ള തിരിച്ചറിവാണോ, അതോ ഇനി കൂടുതൽ ശക്തമായി ആയുധങ്ങൾ സംഭരിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണോ? നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ കൊരങ്ങ ആപ്പൂരിയതുപോലെ, അങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ കൊരങ്ങ ആപ്പൂരിയതുപോലെ പറ്റിയതാണ് ട്രംപിന്. ട്രംപ് ആകെ ഇറങ്ങിപ്പോയി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. 2 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചു. സംഭവിച്ചത് എന്താണ്? അമേരിക്കയുടെ തലയിലൊന്നും ബോംബ് വന്ന് വീണില്ല. മിസൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതൊക്കെ മറ്റു രാജ്യങ്ങളിലാണ്. അമേരിക്കയെ താങ്ങുന്ന, അമേരിക്കയെ പിന്താങ്ങുന്ന, അമേരിക്കയെ മൂട് താങ്ങുന്ന ചില രാജ്യങ്ങളുണ്ടല്ലോ. അവർ അമേരിക്കയുടെ താവളങ്ങൾ അനുവദിക്കുകയും അമേരിക്കയുടെ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തവർക്കാണ് അടി കിട്ടിയത് മുഴുവൻ. അങ്ങനെ അമേരിക്കയുടെ സാമന്തന്മാർ മുഴുവൻ അടി വാങ്ങിച്ചുകൊണ്ട് അവർക്ക് സഹിക്കാവുന്നതിനപ്പുറം എത്തി. അതിന്റെ കൂടെ ഈ കടലിടുക്കിലെ പ്രശ്നം ഇതിലായി കഴിഞ്ഞപ്പോഴേക്ക് അമേരിക്കയെ തന്നെ അമേരിക്കക്കാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അമേരിക്കയുടെ സ്വന്തം രാജ്യത്ത് തന്നെ സപ്പോർട്ട് പോവുകയും അത് സ്വന്തം നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുകയും ചെയ്യുമ്പോൾ ട്രംപ് എന്ത് ചെയ്യും? അതിന് ട്രംപിനിപ്പോ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്, ട്രംപിന് എന്തേലും പറഞ്ഞപ്പോ തടി ഊരണം, 5 ദിവസത്തേക്കെന്നൊക്കെ പറഞ്ഞ് നീ തടി ഊരുക എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ ട്രംപ് തന്നെ ഇല്ലാണ്ടാവും. ട്രംപ് ഈ അമേരിക്കയുടെ സ്വഭാവം എന്താണ്? 100 യുദ്ധങ്ങൾ അമേരിക്കയിലുണ്ട്. 100 യുദ്ധങ്ങൾ. ആരെയെല്ലാം കൊന്നിട്ടുണ്ട്, ആരെയെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അമേരിക്ക പറയാനുണ്ട്? അമേരിക്കക്ക് ലോകത്തിന്റെ സുപ്രീമസി വേണം. ആ സുപ്രീമസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയെ കാണിക്കാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുമ്പേ ഒരു സഹോദരൻ പറയുന്നത് കേട്ടു, ജപ്പാനിൽ ബോംബിട്ടതിന് ആ സഹോദരൻ സപ്പോർട്ടാണെന്ന്. മനുഷ്യത്വമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? ജപ്പാനിലെ ജനം ഇപ്പോഴും അതിന്റെ കഷ്ടത അനുഭവിക്കല്ലേ? എത്ര ലക്ഷം പേരെയാ കൊന്നത്? എന്തിനു വേണ്ടി? അതും 2ാം ലോക മഹായുദ്ധം തീരാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ബോംബിങ്ങിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് ചരിത്രം പറയുന്നത്. അമേരിക്കയുടെ ആവശ്യം, അമേരിക്കയുടെ സുപ്രീമസി കാണിക്കാനുള്ളതായിരുന്നു അവിടെ ആവശ്യം. അങ്ങനെ അമേരിക്ക ഒരു ലോക ദുഷ്ടരാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നവരെയും ദുഷ്ടമനസ്സുള്ളവരെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ യുദ്ധകൃതിയുള്ളവരും രക്തദാഹികളുമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ട്രംപിന്റെ നിലനിൽപ്പാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ടാണ് ട്രംപ് വേണ്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. പിന്നെ എങ്ങനെയും നാണക്കേട് ഒഴിവാക്കി എങ്ങനെ പിന്മാറാമെന്നുള്ളതാണ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ പറയാനുണ്ട്. ലോകത്തെ വലിയ ശക്തി എന്ന് പറയുന്ന ഇന്ത്യ ഈ യുദ്ധത്തിൽ യാതൊരു റോളും വഹിച്ചില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനും മോദിക്കും നാണക്കേട് തന്നെയാണ്. അത് ചരിത്രപരമായിട്ട് തന്നെ ആ നാണക്കേട് നിലനിൽക്കുകയും ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ മനു സാറേ. മനുവല്ല, കിരണാണ്. കിരൺ സാറ് ഉള്ള നിങ്ങൾ ഈ മനുവും കിരണും വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടേ. കിരൺ അല്ലേ? അതെ, പറഞ്ഞോളൂ. കിരൺ സാറേ നമസ്കാരം. നമസ്കാരം സാറേ. ഇന്ന് ഇതാണോ എടുക്കേണ്ട ഒരു വിഷയം? വേറെ എന്തായിരുന്നു എടുക്കേണ്ടത്? പറഞ്ഞോളൂ. ഇന്നലെ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒരു പാവം പിടിച്ച പിന്നെ അപമാനിക്കുക പിന്നെ എടുക്കുകയൊക്കെ ചെയ്തത്. വീട്ടിൽ പോയിട്ട് തന്തയോട് പറയാന്ന് പറഞ്ഞ ആ ഭാവം വേണ്ട ഇന്ന് എടുക്കാനെന്ത്? ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ സ്വാഭാവികമായും
ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അത് പറയില്ലേ? ഇത് നമ്മുടെ ഇന്ത്യ രാജ്യമല്ലേ, ചൈന അല്ലല്ലേ? ഇന്ത്യ ആയാലും ചൈന ആയാലും ഒക്കെ ഒരാൾ സംസാരിച്ചുകൊണ്ട് ഇതിനിടയിൽ പ്രസംഗിക്കുന്നതിനിടയിലല്ലോ പറയേണ്ടത്. അതിനുള്ള കാര്യം അതൊരു ഗൗരവമുള്ള വിഷയമല്ല. അയാൾക്ക് പറഞ്ഞ ആളിന് തന്നെ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞ തെറ്റാണ്, പ്രസംഗത്തിനിടയിൽ അങ്ങനെ അതല്ലല്ലോ. കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അപ്പൊ നമ്മൾ ഇന്നലെയൊക്കെ ഡീൽ ആരോപണം ഉന്നയിച്ചു. ഡീൽ ആരോപണം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നും നമ്മൾ ഡീൽ ആരോപണം ചർച്ച ചെയ്തു. ഇത് ഒരാൾ പ്രസംഗിക്കുന്നതിന് മുഖ്യമന്ത്രിയോ ആരോ ആയിക്കോട്ടെ പ്രസംഗിക്കുന്നതിനിടയിൽ ആ പാർട്ടിക്കാരനെ തന്നെ ഒരു അണി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് വീട്ടിൽ ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. സ്വാഭാവികമായും അങ്ങനെ പ്രസംഗിക്കുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് നിന്ന് പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കുക എന്നുള്ള രീതി അല്ലല്ലോ. അത് ശരിയായ രീതി അല്ലല്ലോ. അത് ഗൗരവമുള്ള വിഷയവുമല്ല. എനിക്കൂടെ പറയാൻ അവസരം പറഞ്ഞോളൂ. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് പ്രസംഗിച്ചു ഒരു വ്യക്തി വിളിച്ചു ചോദിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കുന്നത് അദ്ദേഹം അതിന് മറുപടി. ശ്രീ അനിക്കുട്ടൻ, നമ്മുടെ വിഷയം അതല്ല, അതൊരു ഗൗരവമായ വിഷയമായി എന്തായാലും ഞാൻ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ആ വിഷയം വേണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഗൗരവമായ വിഷയമായി ഞാൻ കാണുന്നില്ല. സാധാരണ ഇതിൽ അതുകൊണ്ട് പ്രേക്ഷകർ പറയുന്ന വിഷയം ഗൗരവമുള്ളതാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി തന്നെ ഏതെങ്കിലും നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ആരോ ആയിക്കോട്ടെ അതിനെ ശല്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഈ ട്രംപ് ഇന്ന് എന്തുകൊണ്ടാണ് 5 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായത് എന്നുള്ള നമ്മുടെ ചർച്ചയിൽ ചിലർ പറയുന്നത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു, 2 ദിവസം കൊണ്ടെല്ലാം തീർത്ത് മടങ്ങിപ്പോരാം എന്ന് പറഞ്ഞു പോയെടുത്ത് കനത്ത നഷ്ടമുണ്ടാകുന്നു. അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ആൾനാശം ഉണ്ടാകുന്നു, വലിയ തരത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വലിയ ആയുധ ശേഖരത്തിൽ തന്നെ വലിയ കുറവുണ്ടാകുന്നു. അങ്ങനെ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ തിരിച്ചു പോകുന്നതാവാമെന്ന് പറഞ്ഞു. അതല്ല, കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് അത് ഇറാനെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. കൗശലക്കാരനാണ് ട്രംപ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റെന്തെങ്കിലും തന്ത്രപരമായ നീക്കത്തിന് വേണ്ടിയാണോ എന്നറിയില്ല. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണുള്ളത്. ഇതിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് യുദ്ധമാണ്, അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ തീരുമാനമാണ് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ, അത്തരം ചർച്ചകളൊക്കെ സാമാന്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ആൾക്കാരുടെ ചർച്ചകളൊക്കെയും ഇന്നുണ്ടായത് എന്നുകൂടി പറയേണ്ടി വരും. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.